യാതൊരു മടിയുമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാകുന്ന വാർത്തകൾ ചുറ്റും നടമാടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ സ്നേഹം തണുത്തുപോയി. ആർക്കും ആരോടും കടപ്പാടുകളോ കർത്തവ്യങ്ങളോ നിർവഹിക്കുവാനില്ലാത്ത ഒരു കാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ നിരാശ പുകയുന്ന അനുഭവങ്ങൾ കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇന്ന് പകൽവേള ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുന്നതാകുന്ന വാർത്ത, ഈ സന്ദേശം അങ്ങനെയുള്ള ഒരു സന്ദേശമല്ല. ജീവിതത്തിൽ നിരാശയുളവാക്കുന്ന സന്ദേശമല്ല ഇവിടെ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിന്റെ വഴിമുട്ടിപ്പോയ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്തിന് ജീവിക്കണമെന്ന് ചിന്തിച്ചതാകുന്ന ദിനരാത്രങ്ങൾ ഞങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നു. ജീവിതത്തിൻ്റെതാകുന്ന ലക്ഷ്യം തെറ്റിപ്പോയ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളെ മാറ്റിമറിച്ച ഒരു യഥാർത്ഥ സന്ദേശമുണ്ട്, ഒരു സുവിശേഷമുണ്ട്. ആ സന്ദേശമാണ് ഇന്ന് ഈ രാവിലെ സമയം ഈ ദേശത്തോട് പങ്കുവെക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ, മനുഷ്യനെ നേരായ വഴിയിലേക്ക് നയിക്കുവാൻ വേണ്ടിയുള്ള സന്ദേശവുമായിട്ടാണ് ഈ ദേശത്ത് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെ ഇന്ന് പകൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം, നല്ല വിശേഷം, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു സന്ദേശമാണ്. എന്താണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഇന്ന് ആ സമാധാനമില്ലാത്ത സാഹചര്യങ്ങൾ ഉളവാകുവാൻ കാരണം? മനുഷ്യന്റെ ജീവിതത്തിലെ തിന്മ പ്രവൃത്തി എത്രേ മനുഷ്യന്റെ ജീവിതത്തിലെ അസമാധാനത്തിന് കാരണമായി തീരുന്നത്. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ പറയുന്ന ഒരു തിരുവചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും ഞാൻ പലപ്പോഴും ഇച്ഛിക്കാത്ത തിന്മ പ്രവൃത്തി എത്രേ ചെയ്യുന്നത്. ശരിയല്ലേ? രാവിലെ സമയം എഴുന്നേൽക്കുന്ന ഏതൊരു വ്യക്തിയുടെയും അന്നത്തെ തീരുമാനം എന്നുള്ളത് ഇന്ന് നന്നായി ജീവിക്കണം, നല്ല പ്രവൃത്തികൾ ചെയ്യണം, സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ചിന്തയോടുകൂടി രാവിലെ എഴുന്നേൽക്കുന്ന നമ്മുടെ സഹോദരന്മാർ രാവിലെ ജോലിക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഇതാണ്: ഇന്ന് മദ്യപാനം ചെയ്യുകയില്ല, ഇന്ന് അസന്മാർഗികമാകുന്ന കാര്യങ്ങൾ ഇടപെടുകയില്ല, ഇന്ന് വഴക്കുണ്ടാകത്തില്ല, ഇന്ന് അരുതാത്തതാകുന്ന ഒരു തിന്മ പ്രവൃത്തിയും ചെയ്യത്തില്ല എന്ന് തീരുമാനമെടുത്ത് കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് ശപഥം ചെയ്തുകൊണ്ട് ജോലിക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയും ഇറങ്ങിത്തിരിക്കുന്നവരുടെ ഉള്ളിൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ളതാകുന്ന തീരുമാനങ്ങൾ അവരെടുക്കുവാൻ കാരണം. എന്നാൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഏറ്റുമുട്ടുമ്പോൾ പകലന്തിയോളം ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് വീടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ വരുമ്പോഴുള്ളതാകുന്ന